നന്ദുവിന് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുള്ളത് ഇതെനിക്കറിയാലോ. പക്ഷെ അത് നന്ദേട്ടന് എന്താ അസുഖം? ഇങ്ങോട്ട് വരൂ. മെഡിക്കൽ സയൻസിൽ ബ്രെയിനോ ഫ്രിഞ്ചീരിയ ഒട്ടോപ്പിക്ക എന്നാണ് ഈ അസുഖത്തിന്റെ പേര്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണ് നന്ദു. അച്ഛനെ ഒന്ന് വിവരം അറിയിച്ചാലോ? അമേരിക്കയിലാവുമ്പോ. അമേരിക്കയിലെന്നല്ല, ലോകത്തൊരിടത്തും ഈ അസുഖത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. വൈദ്യശാസ്ത്രം ഈ രോഗത്തിനു മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു രോഗിയാണെന്നുള്ള വിവരം ഒരിക്കലും അവൻ അറിയരുത്. മരിക്കുന്നത് വരെ അവൻ നമ്മളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എത്രയും സ്നേഹം കൊടുക്കാൻ കഴിയുമോ അത്രയും സ്നേഹം കൊടുക്കും. എത്രയും സന്തോഷിപ്പിക്കാൻ കഴിയുമോ അത്രയും സന്തോഷിപ്പിക്കുക. അതെ, ഒരപേക്ഷയുണ്ട്. എന്താ ഫാദർ? 1 മണിക്കൂർ വിട്ടു തരണം. കോളേജ് ഓഡിറ്റോറിയത്തിൽ വെക്കാനാ. കുട്ടികൾക്ക് ബോഡി കാണുകയും റീത്ത് സമർപ്പിക്കുകയും ചെയ്യാലോ. അങ്ങനെ മരിച്ചിട്ടില്ല അച്ചോ. മരിച്ചിട്ടില്ലേ? ഇന്നലെ അറിഞ്ഞപ്പോ കരിഞ്ഞെന്ന് കരുതി. മൈ ജീസസ്. ലോകത്തൊരിടത്തും ഈ രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലത്രേ. നമ്മൾ കളിച്ചത് കുറച്ച് കൂടിപ്പോയി. എത്ര കളിയാക്കി ആ നന്ദു സാറിനെ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞ ഫ്രെഡി ചതിയനാണെന്ന്. ഗംഗയെ പാട്ടിലാക്കാൻ വേണ്ടി അവൻ നമ്മളെ കരുവാക്കി. നീ അതിനകത്ത് തുള്ളുകയും ചെയ്തു. പേഴ്സണൽ വീക്ക്നെസ്സിൽ കുത്തണമെന്ന് അവൻ അന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും കെണി ഒപ്പിക്കുന്നു. ആ തെണ്ടി അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇനിയിപ്പോ ആള് മാറി നോക്കുന്നത് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ പാറയപ്പറമ്പന്മാരുടെ ഇടിയുടെ ചൂട് നീ ശരിക്കറിയും. എടാ, ഫ്രെഡി ഇതുവരെ ഒരു ഗെയിമിലും തോറ്റിട്ടില്ലെന്നറിയാലോ. ഈ ഗെയിമിൽ ചിലപ്പോ തോൽക്കേണ്ടി വരും. ഹലോ, ഇരിക്കേ. വേണ്ട, ഇരുത്തിരുത്തോളം മതി. നല്ല ചൂടിലാണല്ലോ. അതെ, എന്താ ചൂടറിയിക്കണോ? ചൂടറിയാൻ മോഹമുണ്ട്, പക്ഷെ ഇവിടെ വേണ്ട. ഊട്ടിയിലോ കൊടൈക്കനാലോ പോവാം അല്ലേ? നീയൊക്കെ ഞങ്ങളെ കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഫ്രണ്ട്സിനെ പോലെ ഒരു കമ്പനി കൂടിയെന്ന് വെച്ച് നീ പറയുന്നിടത്ത് പായ വിരിക്കുന്നോ? നമ്മൾ ടീമായി കളിച്ച ഗെയിം ഞാൻ ഒറ്റയ്ക്ക് കളിച്ചു. ദാറ്റ്സ് ഓൾ. വേണ്ട, ഇനി നീ അങ്ങനെ കളിക്കണ്ട. കളിച്ചാൽ നാ വരുന്ന ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. രേഷ്മ, പോടാ. നാണക്കേട്. പറയാണ്ടിരിക്കാൻ ഒരുപാട് നോക്കി, പറ്റുന്നില്ല. കൊച്ചമ്മ എന്നോട് പൊറുക്കണം. നന്ദു സാർ ഒറ്റയ്ക്കുണ്ടായിരുന്ന ദിവസം കള്ളഫോൺ ചെയ്ത് റീസ കൊച്ചമ്മ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ആ രേഷ്മ കൊച്ചും കൂടെയുള്ള പിള്ളേരുമാ. നന്ദു സാർ പാവമാ. ഇവിടെ ഉണ്ടാവണ കാര്യങ്ങളൊക്കെ ആ കുട്ടി എന്നോട് ചോദിക്കുമായിരുന്നു. ഞാനൊക്കെ പറയാറുണ്ട്. കളിതമാശയാന്നാ കരുതിയേ. ഇങ്ങനൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിരുന്നില്ല. ഇന്ദുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനൊക്കെ തന്നെ സംഭവിക്കൂ. പാവം നന്ദേട്ടൻ, എന്തൊക്കെയാ ഞാൻ ചെയ്തേ? സാരമില്ല, ഇപ്പോഴെങ്കിലും എല്ലാം ബോധ്യമായല്ലോ. റീസ മനസ്സിലൊന്നും വെക്കരുത്. ഞാൻ അതൊക്കെ എപ്പോഴേ മറന്നു. വരട്ടെ. തലേമ തലതെറിച്ച പിള്ളേര് കാണിക്കുന്ന ഓരോരോ കുന്നായ്മകളെ ഇവറ്റങ്ങളൊക്കെ പുളിവാറിലുകൊണ്ട് ചന്തിക്ക് നോക്കി നല്ല പെടപടിക്കാ വേണ്ടത്. മോളിത് വന്ന് പറഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് എന്റെ മോൻ വന്നാലുടനെ ഇവളുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തിച്ചാനെ. മാതാവ് സഹായിച്ചു. പോട്ടെ അമ്മേ. ആ, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ കുറ്റം ചുമത്താത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എന്റെ ആത്മാവ് ക്ഷയിച്ചു പോയി. നീ എന്തിനാ വാതിലും ജനലും അടച്ചു കുറ്റിയിടുന്നേ? കിടന്നുറങ്ങണ്ടായോ? സമയം എത്രയെന്നറിയോ? ഓ, ഉറങ്ങാനാണ്. നീ കുതിരയെയും കോബ്രകഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്.
കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവൻ നിന്റെ വരുതിയിൽ നിൽക്കുകയില്ല. സ്തോത്രം. എന്തോ എന്ത് ഇവിടെ ഉണ്ട് കിടക്ക? എന്തുപറ്റി? 1-2 പ്രാവശ്യം വൊമിറ്റ് ചെയ്തു. എന്തുപറ്റി? എന്തോ പേടിക്കൊന്നും വേണ്ട. ഈ വീട്ടില് ഓടിക്കളിക്കാൻ ഒരു കുട്ടിമാഷ് വരാൻ പോവാ. ചെലവുണ്ട് മാഷ്. നീ എന്താടി കുന്തം വിഴികന്മാരി നിക്കണത്? അവർക്ക് എന്തേലും വർത്താനം പറയാനും പിടിക്കാനും ഒക്കെ ഉണ്ടാവും. നീ ഇങ്ങോട്ട് വാടി മോളെ. സത്യ വേണ്ട വേണ്ട, നന്ദേട്ടന് സുഖമില്ലാത്ത. സുഖമില്ലേ? അല്ല, നന്ദേട്ടനല്ല, എനിക്ക്. പിന്നെ ബ്രെയിൻ ഓഫ് ഇഞ്ചീനിയ ഒട്ടോപ്പിക്ക. എന്റെ ദൈവമേ, പേര് കേട്ടാൽ തന്നെ ഏതോ വലിയ മാരക രോഗമാണെന്ന് ആർക്കാ തോന്നാത്തത്? പിന്നെന്തൊക്കെ പറഞ്ഞു? ഈ രോഗം ബാധിച്ചവർക്ക് ദീർഘായുസ് ഉണ്ടാവില്ലെന്നും പറഞ്ഞു. ഇന്നെനിക്ക് മനസ്സുകൊണ്ടാകാൻ വേണ്ടി ഞാൻ ഒരു തമാശ കൂടി പൊട്ടിച്ചു. ഈ രോഗത്തിന് ലോകത്ത് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നും ഞാൻ പറഞ്ഞു. അപ്പൊ എയ്ഡ്സ് പോലുള്ള രോഗമാണെന്ന് കരുതി കാണും. വായടക്കട. എന്റെ ഈശ്വര, പിന്നെ എങ്ങനെയാ അവള് കരയാണ്ടിരിക്കണേ? ഇത്രയും വലിയ ചതിയാണ് നിങ്ങൾ എന്നോട് ചെയ്തതെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. തൽക്കാലം കുറച്ച് നാളത്തെ കൂടി നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഐ വിൽ ടെൽ യു എ ഫിലോസഫി. ശാപമുണ്ടെങ്കിലേ ശാപമോക്ഷം ഉണ്ടാവൂ. ആൻഡ് വൺ മോർ തിങ്, ജൂലിയസ് സീസർ എനിക്കിനി അവളുടെ മുമ്പിൽ വേഷം കെട്ടാൻ പറ്റില്ല. അവളുടെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കറിയാലോ. ഇനിയും ഞാൻ അവളെ വിട്ടിയാക്കി നിറഞ്ഞ എന്തൊക്കെയാ ഉണ്ടാവാൻ പോകുന്നത് എനിക്ക് ഒരു പിടിയില്ല. ഞാനൊക്കെ തുറന്നു പറയാൻ പോവാ. പെട്ടെന്നെങ്ങനെ തുറന്നു പറഞ്ഞ ഒന്നല്ല രണ്ടാ. തുറന്നു പറയാനുള്ള ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാ. വല്ലവനൊക്കെ പറഞ്ഞറിയുന്നില്ല നല്ലത് ഞാൻ തന്നെ പറയുന്നതല്ലേ. മാധവ, അവൻ അവിടെ ചെന്ന് ആകെ ചളാക്കൂ. ഇനി അവളെങ്ങാനും അമേരിക്കയിലോട്ട് വിളിച്ച് അളിയനെങ്ങാനും ഇങ്ങോട്ട് കെട്ടിയെടുത്താ എന്നാ സാറിന്റെ 16 അടിയന്തരം നടത്തിക്കൊണ്ടാ മതി. ഒരുപാട് നാളായി നല്ല ഒരു സത്യം ഉണ്ടിട്ട്. അതെ, ചെന്നിട്ടട വയസ്സായ മനുഷ്യന് ഒരു മര്യാദയൊക്കെ വേണ്ടടാ.